ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഒരിക്കൽ കൂടി സ്നേഹ വന്ദനം. കഴിഞ്ഞ 2 ക്ലാസ്സിൽ ദാവീദിൻ്റെ വഴിയിൽ നിന്ന് ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയാതെ നടന്ന യോശിയാവിനെ പറ്റി നമ്മൾ ചിന്തിച്ചു. ആ വഴിയുടെ ശ്രേഷ്ഠതയും യോശിയാവ് എന്തുകൊണ്ട് ആ വഴി തിരഞ്ഞെടുത്തു എന്നും നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി. നമ്മൾക്ക് മുൻപോട്ട് പോകാം. ഇന്നത്തെ ക്ലാസ്സിനായിട്ട് നമുക്ക് 2 രാജാക്കന്മാർ 22 അധ്യായം 3 മുതലുള്ള വാക്യങ്ങൾ ഒന്ന് വായിക്കാം. യോശിയ രാജാവിൻ്റെ 18-ാം ആണ്ടിൽ രാജാവ് മെശുല്ലാമിൻ്റെ മകനായ അസല്യാവിൻ്റെ മകനായ ഷാഫാൻ എന്ന രായസക്കാരനെ യഹോവയുടെ ആലയത്തിലേക്ക് അയച്ച് പറഞ്ഞതെന്തെന്നാൽ, നീ മഹാപുരോഹിതനായ ഹിൽക്കിയാവിൻ്റെ അടുക്കൽ ചെല്ലുക. യഹോവയുടെ ആലയത്തിൽ പിരിഞ്ഞു വന്നതും വാതിൽ കാവൽക്കാർ ജനത്തോട് പിരിച്ചെടുത്തതുമായ ദ്രവ്യം അവൻ കണക്ക് നോക്കട്ടെ. അവർ അത് യഹോവയുടെ ആലയത്തിലെ വിചാരകരായി പണി നടത്തുന്നവരുടെ കയ്യിൽ കൊടുക്കട്ടെ. അവർ അത് യഹോവയുടെ ആലയത്തിൻ്റെ അറ്റുകുറ്റം തീർക്കേണ്ടതിന് അതിൽ പണി ചെയ്യുന്ന ആശാരികൾക്കും ശില്പികൾക്കും കൽപ്പണിക്കാർക്കും ആലയത്തിൻ്റെ അറ്റുകുറ്റപ്പണിക്ക് മരവും ചെത്തിയ കല്ല് മേടിക്കേണ്ടതിനും കൊടുക്കട്ടെ. എന്നാൽ ദ്രവ്യം കയ്യേറ്റ് വാങ്ങിയവരോട് കണക്ക് ചോദിക്കേണ്ട, അവർ വിശ്വാസത്തിന്മേലല്ലോ പ്രവർത്തിക്കുന്നത്. ദൈവനാമത്തിന് മഹത്വം. ഇവിടെ നാം കാണുന്നത് യോശിയാവിൻ്റെ വാഴ്ചയുടെ 18-ാം ആണ്ടിൽ എന്ന് വെച്ചാൽ തനിക്കിപ്പോൾ 26 വയസ്സ്. അവൻ ഇപ്പോഴും ചെറുപ്പം തന്നെയാണ്, എങ്കിലും കുറച്ചൊക്കെ മെച്യൂരിറ്റി വന്നിട്ടുണ്ട്. ഇവിടെ യോശിയ രാജാവ് രായസക്കാരനായ ഷാഫാനെ വിളിച്ച് ഒരു ദൗത്യം ഏൽപ്പിക്കുകയാണ്. ഷാഫാൻ എന്ന വാക്കിൻ്റെ അർത്ഥം റാബിറ്റ്, മുയൽ എന്നാണ്. ഷാഫാൻ യോശിയാവിൻ്റെ ഒരു വിശ്വസ്തനായിരുന്നു എന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട്. ഷാഫാൻ എന്ന രായസക്കാരനോട് യോശിയാവ് പുരോഹിതനായ ഹിൽക്കിയാവിൻ്റെ അടുക്കൽ ചെല്ലുവാനും ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി ശേഖരിച്ച ദ്രവ്യം അല്ലെങ്കിൽ പണം എങ്ങനെ വിനിയോഗിക്കണം എന്ന് തന്നെ ഏൽപ്പിച്ചു പറയുകയാണ്. ഇവിടെ ഒന്നാമതായി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് യോശിയാവിന് ദേവാലയത്തോടും ദൈവത്തോടും ഉണ്ടായിരുന്ന zealousness. He was zealous for the Lord and for the temple of the Lord. ദേവാലയത്തിൻ്റെ പണിക്ക് താൻ എത്രമാത്രം പ്രാധാന്യം കൊടുത്തു എന്ന് ഇവിടെ ശ്രദ്ധേയമാണ്. പിന്നീട് ഇവിടെ യോശിയാവിൻ്റെ ജീവിതത്തിൽ ശ്രദ്ധേയമായ വേറൊരു കാര്യം ഉണ്ട്. ദേവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി ശേഖരിച്ച ദ്രവ്യം അല്ലെങ്കിൽ പണം കൈകാര്യം ചെയ്യുന്ന രീതി നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ യോശിയാവ് ആ കാര്യത്തിൽ എത്രമാത്രം വിശ്വസ്തനായിരുന്നു എന്ന് നമുക്ക് കാണാം. ആ ശേഖരിച്ച പണം ഒരിക്കലും യോശിയാവ് മറ്റൊരു കാര്യത്തിനും വിനിയോഗിച്ചില്ല. വളരെ കൃത്യമായി ദൈവാലയത്തിൻ്റെ പണിക്ക് വേണ്ടി മാത്രം അത് വിനിയോഗിച്ചു. ആ പണം എത്തേണ്ട കൈകളിൽ എത്തിക്കുവാൻ യോശിയാവ് ശ്രദ്ധിച്ചു. ഷാഫാനെ അത് കൃത്യമായി താൻ അത് പറഞ്ഞേൽപ്പിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല, ദേവാലയ പണിക്ക് വേണ്ടി അവിടെ പണി ചെയ്യുന്ന ശില്പികൾ, ആശാരികൾ, മറ്റ് അറ്റുകുറ്റപ്പണി ചെയ്യുന്നവർക്കും അവരവരുടെ കൂലി കൃത്യമായി ലഭിച്ചു എന്ന് യോശിയാവ് അവിടെ ഉറപ്പ് വരുത്തുന്നുണ്ട്. വേറൊരു കാര്യം നമ്മളിവിടെ കാണുന്നത് 7-ാം വാക്യത്തിൽ അവർ വിശ്വാസത്തിന്മേലല്ലോ പ്രവർത്തിക്കുന്നത്. ഇംഗ്ലീഷിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ഫോർ ദേ ഡീൽ ഫെയ്ത്ത്ഫുള്ളി. അവിടെ ദേവാലയത്തിൻ്റെ പണി ചെയ്യുന്നവരും വിശ്വസ്തരായിരുന്നു എന്ന് ദൈവാത്മാവ് അവിടെ സാക്ഷീകരിക്കുന്നുണ്ട്. പ്രിയ സഹോദരിമാരെ, അപ്പോസ്തലനായ പൗലോസ് 1 കൊരിന്ത്യർ 3:16-17 നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. നാം ദൈവത്തിൻ്റെ ആലയമല്ലോ.
ദൈവാത്മാവ് വസിക്കുന്ന നമ്മുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയമാണ്. അതെത്രമാത്രം വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കണം എന്നുള്ളത് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യാം. ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിപ്പീൻ എന്ന് കർത്താവും നമ്മളോട് അരുളി ചെയ്തിട്ടുണ്ട്. മാത്രവുമല്ല, ദൈവമക്കൾ കൂടി വരുന്നിടത്തൊക്കെയും കർത്താവിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട്. അത് കർത്താവ് നമ്മൾക്ക് തന്നിരിക്കുന്ന വാഗ്ദത്തമാണ്. 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കൂടിയാലും അവരുടെ മധ്യേ ഞാനുണ്ട് എന്ന് നമ്മുടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ കൂടിവരവുകളെ ഒരിക്കലും നമ്മൾ ഉപേക്ഷയായി വിചാരിക്കരുത്. ദൈവത്തിൻ്റെ സാന്നിധ്യം അവിടെയുണ്ട് എന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മുടെ ശരീരങ്ങളെ വിശുദ്ധിയോടുകൂടി സൂക്ഷിക്കുവാനും മാത്രമല്ല ദൈവജനത്തിൻ്റെ കൂടിവരവുകൾക്ക് പ്രാധാന്യം കൊടുക്കുവാനും നമ്മളെ ദൈവം സഹായിക്കുമാറാകട്ടെ. മാത്രമല്ല, യോശിയാവ് ദേവാലയത്തിൻ്റെ പണി ചെയ്യുന്നവരെ വിശ്വസ്തര് എന്ന് കണ്ടു. നമ്മുടെ യജമാനനായ യേശു കർത്താവ് നമ്മളെ നോക്കുമ്പോൾ ലൂക്കോസിന്റെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ നല്ലവളും വിശ്വസ്തലുമായ ദാസിയെ എന്നുള്ള വിളി കേൾക്കുവാൻ നമ്മൾ യോഗ്യരാണോ എന്നുള്ളത് നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കാം. 1 ശമൂവേൽ 12:20 നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, സെർവ് ദ ലോർഡ് വിത്ത് ഓൾ യുവർ ഹാർട്ട്, പൂർണ്ണ ഹൃദയത്തോടെ യഹോവയെ സേവിക്കുവിൻ. ഗലാത്യലേഖനം 5:22 ആത്മാവിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുമ്പോൾ അവിടെ വിശ്വസ്തതയെപ്പറ്റി പറയുന്നുണ്ട്. പ്രിയ ദൈവമക്കളെ, ഇന്ന് നമ്മൾ ചിന്തിച്ചത് യോശിയാവിൻ്റെ ജീവിതത്തിൽ താൻ എത്രമാത്രം വിശ്വസ്തനായിരുന്നു, മാത്രമല്ല ദൈവിക കാര്യങ്ങൾക്ക് താൻ എത്രമാത്രം പ്രാധാന്യം കൊടുത്തു എന്നാണ്. വരും ദിവസങ്ങളിൽ നമ്മളും ദൈവസ്ഥാനത്തിൽ ഏറ്റവും വിശ്വസ്തരായും വിശുദ്ധരായും നിലകൊള്ളുവാൻ ദൈവം നമ്മളെ സഹായിക്കട്ടെ. ഈ വചനങ്ങൾ അതിനായിട്ട് ഇടയാക്കട്ടെ. ആമേൻ.